ഉത്തരം ശരിയാകണമെന്നില്ല. അപ്പോൾ ആ സമൂഹം എങ്ങനെ ചിന്തിക്കണം? അല്ല, എനിക്കത് അറിയില്ലെന്ന്, നമുക്കിതറിയില്ല. ശരി, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അറിയില്ല എന്നറിയുന്നതാണ് അന്വേഷണത്തിന് തുടക്കം. അറിയില്ല എന്നറിയുമ്പോഴാണ് അന്വേഷണം ആരംഭിക്കണേ, അല്ലേ? ഇന്ന് നമ്മൾ ഈ യാഗം കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ കാലിൻ്റെ കാര്യം വേറെ ഇവിടെ ജില്ലാ വോട്ട് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഈ യോഗം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ യോഗം പിരിച്ചു വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കോഴി, ഇതെന്നെ ഈ ചേച്ചിയൊക്കെ ഇന്നലെ പോലെ കോളേജ് പഠിപ്പിച്ച് ചേച്ചി കോഴി ഉണ്ടോ എടി അപ്പുറത്ത്? നിങ്ങളെ ഇത് ഇന്ന് വൈകുന്നേരം പോയിട്ടൊരു പിടക്കോഴിയുടെ കാല് ജീവിതത്തിൽ ആദ്യമായി കാണും, അല്ലേ? ജീവിതത്തിൽ ആദ്യം നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഇന്നും കൂടെ ഉച്ചയ്ക്ക് ചിക്കൻ കഴിച്ചവരുകൊണ്ട് ഇവിടെ ഉണ്ടാവും. പക്ഷേ നോക്ക്, ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായി ഒരു കോഴിയെ കാണുകയല്ല ചെയ്യുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഒരു കോഴിയുടെ കാല് നിങ്ങൾ നിരീക്ഷിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ആത്യന്തികമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുവട്ടത്തെ സമൂഹം കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അവർ കാണുന്നേ ഉള്ളൂ. ആ കാഴ്ചയെ നിരീക്ഷണത്തിന്റെ തരത്തിലേക്ക് ഉയർത്തുക എന്ന ദൗത്യമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഓരോ യൂണിറ്റുകളും അവരവരുടെ ഇടങ്ങളിൽ ചെയ്യേണ്ടത്. ഈ കാലത്ത് വിശേഷിച്ചും അതാണ് ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ദൗത്യം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ ശാസ്ത്രബോധ പ്രവർത്തനത്തിന്റെ ആ തുടക്കം കുറിക്കാൻ ഈ മനുഷ്യരെ പ്രേരിപ്പിക്കണം എന്നാണ്. അത് നമ്മൾ പല രൂപത്തിൽ ചെയ്യും. നിങ്ങൾക്ക് സാരി കണ്ടപ്പോൾ തോന്നിയോ ഈ സാരിയിൽ ഇതുണ്ടെന്ന്? ഈ സാരിയിലതുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ സാരിയിലതുണ്ടെന്ന് പ്രത്യയശപരമായിട്ട് പറയാനിപ്പോൾ നേരമില്ല. നോക്കൂ, അതാണ് നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും നാം അത് കൊണ്ടുവരും. മനുഷ്യരിൽ ആ ബോധ്യം ഉണ്ടാക്കും. അങ്ങനെ ഇന്ന് നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് കോഴിയെ കാണുമ്പോൾ നമുക്ക് എത്ര ഉത്തരം ഉണ്ടാവും? 4 ഉത്തരം ഉണ്ടാവും. എന്നെ കൊല്ലി 4 കാലം. ഞാൻ ആ തുരുത്തിക്കരുന്ന് ഇവിടം വരെ. അല്ല, ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഒരു പിടക്കോഴിയുടെ കാല് കാണുമ്പോൾ നമുക്ക് എത്ര ഉത്തരം ഉണ്ടാവും? ഒരു ഉത്തരം ഉണ്ടാവും. അത് ചിലപ്പോൾ 4 ആയിരിക്കും, ചിലപ്പോൾ 5 ആവും, ചിലപ്പോൾ 3 ആവും. എന്തായാലും നമുക്ക് സുഹൃത്തുക്കളെ, അവിടെയാണ് ആർത്തവം അശുദ്ധമാണ് എന്ന് അലറുന്നതിനപ്പുറം ഓരോ ഉത്തരം ഉണ്ടായി വരും. കണ്ടോ? അത് സമൂഹത്തിൻ്റെ പൊതു ഉത്തരമായി മാറണം. വേണ്ടേ? അത് നമ്മൾ അലറി വിളിക്കൊന്നും വേണ്ട, നമ്മൾ അതിനുള്ള പണി ചെയ്യണം. അതാണ് നമ്മുടെ ദൗത്യം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ റോൾ അതാണ്. ഈ സമൂഹം കാണുന്ന കാഴ്ചക്കപ്പുറം ഒരു കാഴ്ച കാണാൻ ആ സമൂഹത്തെ പ്രേരിപ്പിക്കണം. അത് വളരെ പ്രധാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ ഇന്ന് ഓണം ആഘോഷിച്ചില്ലേ? നാളെ ഞങ്ങൾ സയൻസ് സെൻ്ററിൽ ഓണം ആഘോഷിക്കുക. ഞങ്ങളവിടെ 100-300 പേരൊക്കെ സദ്യ. അപ്പോൾ സയൻസ് സെൻ്റർ നിങ്ങൾ ഓണം സദ്യ ഉണ്ട്. ഓണം ഇന്ന് നമ്മുടെ സമൂഹത്തിലൊരു പ്രതിരോധത്തിൻ്റെ രൂപമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ശാസ്ത്ര പരിഷത്തിൻ്റെ യൂണിറ്റുകാരൊക്കെ ഓണാഘോഷം നടത്തിയില്ലേ? അപ്പം നിങ്ങൾ ആ മാവേലിയുടെ പടം എങ്ങനെ വെച്ചത്? പെരുവയറുള്ള മാവേലി തന്നെ വെച്ചത് നിങ്ങൾ. അതിൻ്റെ മുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നൂലും കാണും. എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റുവാങ്ങുന്ന മാവേലി. നമ്മൾ പോലും അറിയാതെ ഒരു വൈദിക ബ്രാഹ്മണ്യം ആ മാവേലിയെ എന്നേ തകർത്ത് കളഞ്ഞു. മാവേലിയല്ല, ആ മാവേലി സങ്കല്പത്തെ. മാവേലി നാടുവാണിടും കാലം. അല്ല, കയ്യെ കൊട്ടി വന്നാ അന്നേരം പുള്ളിയെ നിർത്തിങ്ങളൻ. അല്ല, ആരുടെയാണ് ഈ പാട്ട്? വളരെ കൃത്യം. അത് എന്തായാലും നമ്മളെല്ലാവരും അറിയണം കേട്ടോ. നമ്മൾ വിചാരിക്കണത് ഏതോ ഒരു ഓണപ്പാട്ടാണെന്നാണ്. ഓണപ്പാട്ട് എന്നുള്ള സഹോദരൻ അയ്യപ്പൻ്റെ കവിതയാണത്. സഹോദരൻ അയ്യപ്പൻ്റെ പദ്യകൃതിയിലെ ഒരു കവിതയാണ് ഈ ഓണപ്പാട്ട്. ആ ഓണപ്പാട്ടില് നമ്മളിത് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ആ ഓണപ്പാട്ട് മുഴുവൻ വായിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ഓണം ആരാണ് കവരുന്നത് എന്നുള്ളത് കൃത്യമായി അയ്യപ്പൻ പറയുന്നത്. അത് എപ്പോഴെങ്കിലും അച്ചടിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ പരിഷത്തുകാർ മുഴുവനും സയൻസ് രചകം മാത്രമാണ്.
സയൻസ് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, പക്ഷേ ഇത് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ അതിനകത്ത്